And there is a review, the Zyber. So let's have a look at this one. TV battle director. പോയേക്കുമായിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്. പിന്നെ കൺഗ്രാജുലേഷൻ. അതെ, എല്ലാ സംശയങ്ങളും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മാറും. അത്തരത്തിലുള്ളൊരു വീഡിയോ നമ്മൾ ഏറ്റവും അവസാനമാണ് വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വിഷയം ഇന്നലെ രാത്രി വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിരുന്നു. സൈനത്താത്തയുടെ വാച്ച്, മൊബൈലിന്റെ കവർ ഇതൊക്കെ വെച്ചിട്ട് തെളിവുകൾ വെച്ചിട്ട് നിരവധി ആളുകൾ റിയാക്ട് ചെയ്തിട്ടും സജിനത്താത്തയെ നെഞ്ചിലേറ്റിയ ആരാധകർ അതൊക്കെ തള്ളുകയായിരുന്നു. എന്നാൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ എല്ലാ സംശയവും മാറും. എന്താണ് സംഭവിച്ചത്? സജിനത്താത്തയുടെ ഈ ഒരു വാദഗതിയിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? വളരെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. അതായത് തേർഡ് എംപയർ റിവ്യൂ സാധ്യമായ ഏക റിയാക്ഷൻ ചാനൽ നമ്മുടെ ചാനൽ മാത്രമാണ്. അതേ, നമ്മൾ ലേറ്റ് ആയാലും തേർഡ് എംപയറിംഗ് റിവ്യൂയിലൂടെ, സിസ്റ്റത്തിലൂടെ എല്ലാ സത്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെ ഞെട്ടലുവാക്കുന്നത് തന്നെയാണ്. എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്ന ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്ത് ഇൻസ്റ്റഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ചില ആളുകൾ ഈ വീഡിയോയുടെ ക്ലിപ്പിംഗ് ഇട്ടപ്പോൾ രാത്രി തന്നെ ചില ആളുകൾ കമന്റ് ഇട്ടിരുന്നു, ആ ഒരു വീഡിയോ വന്ന് നോക്കി കാണ്, സത്യം മനസ്സിലാക്കുക, ഒരു ഹാക്കിംഗ് നടന്നിരിക്കുന്നു, വലിയ രീതിയിലുള്ള ഒരു ഹാക്കിംഗ് ആണ് നടന്നിരിക്കുന്നത്, അതാണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള തരത്തിൽ. അതായത് സജിനത്താത്തയുടെ ഈ ഒരു ഗർഭം റിവീലിംഗുമായി ബന്ധപ്പെട്ട് പ്രമുഖ മാധ്യമങ്ങളിലടക്കം കൗമുദി, മനോരമ തുടങ്ങിയ ചാനലുകളിലടക്കം ഓൺലൈൻ പേജുകളിൽ വാർത്ത വന്നിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി പൊട്ടിക്കരഞ്ഞുകൊണ്ട് സജിനത്താത്ത വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ. സജിനത്താത്ത കരഞ്ഞപ്പോൾ നെഞ്ചിലേറ്റിയ ആരാധകർ നമ്മൾ ഓരോരുത്തരും കരഞ്ഞു. ബിഗ് ബോസിലായിരുന്ന സമയത്ത് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, സജിനത്താത്തയുടെ ആ ഒരു മൊഞ്ചിനനുസരിച്ചുള്ള റോളുകളൊന്നും സിനിമയിലായാലും കിട്ടിയിട്ടില്ല മലയാളത്തിൽ. ഓളെ കവച്ചു വെക്കാൻ പറ്റുന്ന പ്രമുഖ നടികൾ പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അത്രയും അധികം സുന്ദരിയായ ഒരു താത്ത തന്നെയാണ് സജിനത്താത്ത. അക്കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. എനിവേ, സജിനത്താത്ത നടത്തിയ വെളിപ്പെടുത്തലിന് ശേഷം എന്താണ് യാഥാർത്ഥ്യമെന്ന് നമുക്ക് പരിശോധിക്കാം. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്. പിന്നെ കൺഗ്രാജുലേഷൻ. അന്നേരം കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് എനിക്ക് ലിങ്ക് ഇട്ട് തന്നപ്പോഴാണ് ഓരോരുത്തരുടെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ലിങ്കുകളും എല്ലാം ഇത് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തതും. ഞാൻ ഷാലുവിനെ വിളിച്ച് പാനിക്കായിട്ട് എൻ്റെ അക്കൗണ്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാലുവാണ്. അപ്പോൾ ഷാലുവിനെ ഞാൻ വിളിച്ചിട്ട്, ഷാലു പെട്ടെന്ന് ഇങ്ങനൊരു സാധനമാണ്, ഷാലു എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാം, എനിക്ക് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, നീ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. അവളും നോക്കിയിട്ട് അവൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവൾ എന്തൊക്കെയോ ചെയ്ത് റിക്കവർ ചെയ്ത് എടുത്തതാണിത്. എടുത്തിട്ട് ഇപ്പം കാരണം അതിനകത്ത് വന്ന പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു പോസ്റ്റ് താത്ത ഇട്ടതിന് ശേഷം അതിന് റിപ്ലൈ കൊടുക്കുന്നു, ലവ് റിയാക്ഷൻ കൊടുക്കുന്നു, വലിയ രീതിയിൽ വൈറലാവുന്നു. 4 മില്യൺ ആ ഒരു പോസ്റ്റ് ആളുകൾ കണ്ടു. അതിനുശേഷം ഏറെ വൈകിയാണ് ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത്. പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടും, അതായത് അക്കൗണ്ട് റിക്കവർ ചെയ്ത് എടുത്തിട്ടും ആ ഒരു സത്യാവസ്ഥ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ താത്ത തയ്യാറായില്ല. എന്താണ് അങ്ങനെ ഒരു തീരുമാനം താത്ത എടുത്തത്? താത്ത പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു ഹാക്കിംഗ് നടന്നിരിക്കുന്നു, അതിന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ടെന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു പാഹേനെ തന്നെയായിരിക്കും സംശയിക്കുക. കാരണം ഓൻ എന്തൊക്കെയോ ചെയ്യുമെന്നുള്ള ഒരു ഭീഷണി മുഴക്കിയാണ് പോയത്. അതുകൊണ്ട് തന്നെ ഓന്റെ ഭാഗത്ത് നിന്ന് ചില ആക്രമണങ്ങൾ ഉണ്ടായേക്കാം. ഇത് ഓനാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടായിട്ടുണ്ട്. എന്താണെന്നുള്ളത് വിശദമായി നമുക്ക് പരിശോധിക്കാം. ചുമ്മാ ഇതാരും ആയിക്കോട്ടെ, ഞാൻ ആരാണെന്ന് ഇപ്പം മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ നാളെ സ്റ്റേഷനിൽ പോയിട്ട് ഈ സർവീസ് സെല്ലിൽ പോയിട്ട് ഇതിന്റെ കാര്യങ്ങൾ എടുത്ത് ഇതാരായാലും ഇത് എന്തായാലും ഞാൻ പൊക്കിയെടുത്ത് വരും. ഇതാരാണ് ഇങ്ങനെ ചെയ്തത്, എൻ്റെ ഹാക്ക് ചെയ്തത് ആരൊക്കെയാണ് ഇപ്പം എനിക്ക് എൻ്റെ സംശയങ്ങൾ ഞാൻ ആരൊക്കെയാണെന്ന് പറയുന്നില്ല. എനിക്ക് പല ആൾക്കാരെ സംശയമുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ തന്നെ എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആയിരുന്ന പല അക്കൗണ്ടുകളും ഉണ്ട്. പക്ഷെ ഇതാര് ചെയ്താലും ഞാൻ തിരിച്ച് ഉറപ്പായിട്ടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. കാര്യങ്ങൾ അഥവാ എൻ്റെ ലൈഫിൽ ആരെങ്കിലും വന്നാലോ, ആരെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാലോ, എനിക്ക് കല്യാണം കഴിഞ്ഞാലോ, അത് ഞാൻ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് തരാം. അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ചോ. അല്ലാതെ ഞാനിത് ഞാൻ കല്യാണം കഴിക്കില്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാനായിട്ട് വായായിട്ട് വന്ന് പറഞ്ഞോട്ടെ, അമ്പത് നിങ്ങൾ വിശ്വസിക്കേ.
ദയവ് ചെയ്ത് എന്നെ ഉപകാരം ചെയ്തിലും ഉപദ്രവിക്കരുത്. പിന്നെ ഇത് ചെയ്ത ആരായാലും അത് ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവരാരാണെന്നുള്ളത് അതിന് തക്കതായ ശിക്ഷ ഞാൻ മേടിച്ചു കൊടുത്തിരിക്കും. അതായത് പറയുന്നത് ഇത്തരം ഒരു പോസ്റ്റ് തന്റെ അറിവോടെയല്ല, ഇത്തരം ഒരു പോസ്റ്റ് റസൂൽ പൂക്കുറ്റിയെ വെച്ചിട്ട് ആ ഒരു മഹാനായ കലാകാരനെ, ഓസ്കാർ വിനറായ ആ ഒരു കലാകാരനെ വെച്ച് താൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല. തന്റെ കുട്ടിയുടെ അച്ഛൻ ആ ഒരു പഹയനാണെന്ന് പറഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു പോസ്റ്റിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ല. അത് ഹാക്കിങ്ങിലൂടെ മറ്റൊരു കള്ള ഹിമാർ ഇട്ട എന്നാണ്. അതായത് ഇൻസ്റ്റഗ്രാം ഹാക്ക് ചെയ്തെടുത്തതിന് ശേഷം ഓനൊരു ഫോട്ടോ ഉണ്ടാക്കുന്നു. ആ ഒരു ഫോട്ടോയാണ് നമ്മൾ കണ്ടത്. അതായത് വയറ് കാണിച്ചുകൊണ്ട് ഇങ്ങനെ സെൽഫി എടുത്തുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ. അതായത് ഇൻസ്റ്റഗ്രാം ഹാക്ക് ചെയ്ത ഈ പകയനയ്ക്ക് എന്തായാലും ഗാലറിയിൽ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് പോസ്റ്റ് ഇടാൻ പറ്റത്തില്ല. ഇൻസ്റ്റഗ്രാം ഓന്റെ ഡിവൈസിൽ നിന്ന് ഹാക്ക് ചെയ്യുന്നു. ഓളെ മൊബൈൽ തട്ടിയെടുത്തോണ്ട് പോയിട്ടില്ലല്ലോ. ഓളെ മൊബൈൽ ഓളെ കയ്യിൽ തന്നെ ഉണ്ട്. ഓള് നിദ്രയിലായിരുന്നു. ഓളെ മൊബൈൽ തട്ടിയെടുക്കാതെ ഇൻസ്റ്റഗ്രാം ഹാക്ക് ചെയ്തതിന് ശേഷം ഓനൊരു ഫോട്ടോ ചാറ്റ് GPT അങ്ങനെ എന്തെങ്കിലും വഴി ഉണ്ടാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ മുൻകൂട്ടി ഒരു ഫോട്ടോ ഓളുടെ കരസ്ഥമാക്കി വെച്ചു എന്നും കരുതാം. ഫിറോസ് ആണെങ്കിൽ അങ്ങനെയും വെച്ചു എന്ന് കരുതാം. അത്തരത്തിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ ഈ രീതിയിലാക്കി ഇടുന്നു. ആ ഒരു വെളിപ്പെടുത്തലിന് ശേഷം നിരവധി ആളുകൾ സജനത്താത്തയുടെ കള്ളം പൊളിച്ചുകൊണ്ട് രംഗത്തെത്തി. സജനത്താത്ത ഇട്ടിരിക്കുന്ന മോതിരം, 2 മോതിരങ്ങൾ, 3 മോതിരം, ഒരു മോതിരോട് അഡീഷണൽ ഇട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ, ഐഫോണിൻ്റെ ആ ഒരു കവറൊക്കെ തെളിവായി കാണിച്ചുകൊണ്ട് നിരവധി ആളുകൾ എത്തി. അവിടെയും ഇപ്പോഴും എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് വന്നിരിക്കുന്നത് ഫോണൊക്കെ ആർക്കും ഉപയോഗിക്കാം, ഫോണിൻ്റെ കവറൊക്കെ വെച്ച് എങ്ങനെയാണ് സ്ഥിരീകരിക്കാൻ സാധിക്കുക, അതുപോലെ തന്നെ മോതിരം വെച്ച് എങ്ങനെയാണ് സ്ഥിരീകരിക്കുക എന്ന് ചോദിക്കുന്ന പഹയന്മാരോട് എനക്കൊന്നേ പറയാനുള്ളൂ. സജനേത്തയുടെ മറ്റുള്ള വീഡിയോസ് നോക്കുകയാണെങ്കിൽ സജനേത്തയുടെ കയ്യിൽ ഒരു കാക്കപ്പുള്ളി, ഒരു മറക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഫോട്ടോയിൽ കയ്യിൽ ആ ഒരു ഭാഗത്തൊരു മറിവില്ല. അതായത് നമ്മൾ കാണുന്ന കയ്യിൽ ആ ഒരു മറിവില്ല. എന്താണ് സംഭവിച്ചത്? തേർഡ് എംപയർ അനിവാര്യമായി വന്നിരിക്കുന്നു. ഫൈനലി ഈ ഒരു വിഷയം തേർഡ് എംപയറിന് വിട്ടിരിക്കുകയാണ്. And there is a review. The Zyber, so let's have a look at this one. TV umpire to director. Review for leg before. Start from the front foot, please. Confirm it's the fair delivery. You can go to front on spin vision. Nice and slow. Here it Fair is. delivery. That's a fair delivery. Front on spin vision, please. Nice and slow. Can you see one more time, please? Looks no bad from here. Can you give me ultras for double check? Go back to the umpires. You can signal out. അതേ സജനത്താത്തയുടെ വിക്കറ്റ് പോയിരിക്കുന്നു. 100% സജനത്താത്ത ഔട്ടായിരിക്കുന്നു. അതായത് മൊബൈലും ഈ പറഞ്ഞ മോതിരങ്ങളും ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാലും സജനത്താത്തയുടെ ആ ഒരു കയ്യിൽ ആ ഒരു ടാറ്റു മിററിൽ വെച്ചെടുത്ത ഒരു ഫോട്ടോയാണ്. അവിടെ കാണുന്ന കൈ താത്തയുടെ ഓപ്പോസിറ്റ് കൈയാണ്. താത്തയുടെ ഓപ്പോസിറ്റ് കയ്യിൽ അതുകൊണ്ട് അതേ ചെറിയൊരു ഭാഗം CBI സിനിമയിൽ മമ്മൂക്ക കണ്ടുപിടിക്കുന്നതൊക്കെ ചെറിയൊരു ഭാഗം ഈ കയ്യിലുമുണ്ടായിരുന്നു. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോട്ടം സജനത്തെ തന്നെ എടുത്താണെന്നുള്ള ആ ദുഃഖകരമായ സത്യം സജനത്തെ നെഞ്ചിലേറ്റിയ ആരാധകർ തിരിച്ചറിയുക. ഇതൊരു പഴയ ഫോട്ടോ കൊണ്ടുപോയിട്ട് ഈ രീതിയിൽ മോർഫ് ചെയ്തതാണെന്ന് പറയുന്നവർക്ക് വേണ്ടി പണ്ട്, അതായത് ഒരു 5-6 മാസം മുമ്പ് ഇത്ത ചെയ്ത ഒരു ഇനാഗുറേഷൻ വരട്ടെ. അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സജനത്ത ഈ അടുത്ത കാലത്താണ് ഈ ഒരു ടാറ്റു അടിച്ചത്. സജനത്തയുടെ കയ്യിലുള്ള ടാറ്റു അധികം പഴകിയ ടാറ്റു അല്ല. അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ എടുത്തതും ഈ അടുത്ത കാലത്താണ്. അതുകൊണ്ട് ഈ ഫിറോസ് എന്ന് പറയുന്ന പഹയനോ മറ്റാരെങ്കിലുമോ നേരത്തെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ട് ഈ രീതിയിൽ ആക്കിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാദിച്ചു കഴിഞ്ഞാൽ അതും വിലപ്പോവില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സജനത്ത, നമ്മൾ നെഞ്ചിലേറ്റിയ സജനത്ത ഈ ഒരു വിഷയത്തിൽ പെട്ടു എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? ഈ ഒരു കടുങ്കൈ സജനത്ത ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? പൂക്കുറ്റിയെ തകർക്കാൻ വേണ്ടിയായിരുന്നു. പൂക്കുറ്റിയുടെ ഈ ഒരു വിഷയത്തിലുള്ള റെസ്പോൺസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഓളെ പാടയെ ഒഴിവാക്കിയത് കൊണ്ട് പൂക്കുറ്റിയെ തകർക്കാൻ വേണ്ടി, അപമാനിക്കാൻ വേണ്ടി ചെയ്ത കടുങ്കൈയായിരുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്ത. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.